So there are 5 symmetry operations. First one, identity operation, that means doing nothing operation, and it is represented as E. Then the second one is rotation, and it is represented as Cn. So it is also known as proper rotation operation or proper rotation axis. Proper rotation axis or axis of symmetry. So what is that? We are doing rotate the molecule in the clockwise or anti-clockwise direction. Okay. So what is proper axis of rotation or an axis of symmetry is a line about which rotation through a certain angle brings an object into an orientation that is indistinguishable and superimposable on the original. So we are conducting the rotation at particular angle. ഒരു particular angle നമ്മൾ rotate ചെയ്യുന്നു. Rotate ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We get indistinguishable configuration or indistinguishable orientation. നമ്മൾ തൊട്ട് നേരത്തെ വാട്ടറിന്റെ കേസിൽ കണ്ടതാണ്. വാട്ടറിന്റെ കേസിൽ എന്താ ഒബ്സർവ് ചെയ്തത്? വാട്ടർ ഈസ് ഹാവിങ് C2 ആക്സിസ് അല്ലെ? C2 ആക്സിസ് ഉള്ളതുകൊണ്ട് അതായത് നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും? അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കണ ഹൈഡ്രജൻ റൈറ്റ് സൈഡിലോട്ട് വരും, റൈറ്റ് സൈഡിൽ കിടക്കണ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. സോ വാട്ടറിന്റെ കേസിൽ നമുക്ക് വി ക്യാൻ സെറ്റ് ദാറ്റ് C2 ആക്സിസ് ഉണ്ടെന്ന് പറയാം. കാരണം എന്താ? വി ആർ ഡൂയിങ് 180 ഡിഗ്രി റൊട്ടേഷൻ, 180 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ എൻഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി എന്നാണ് ഇതിനെ പറയാം. പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും എൻഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയാം മോളിക്യൂളിന്. അപ്പൊ വാട്ടറിന്റെ കേസിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് എന്തുണ്ട്? 2 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി ആണ് വരുന്നത്. കാരണം എന്താ? 180 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിന്റെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണത് 360 ഡിവൈഡഡ് ബൈ n എന്നാണ്. n എന്ന് പറയുന്നതാണ് എന്ത്? എൻ ഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ എത്ര ഇതിലാണ്? ഇപ്പൊ വാട്ടറിന്റെ കേസിൽ നമ്മൾ എത്രയിലാണ്? 360 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്രയാണ്? 180. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പെർട്ടിക്കുലർ ഈക്വലന്റ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയന്റേഷൻ കിട്ടും. അതിനെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Cn ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വാട്ടറിന്റെ കേസിൽ വാട്ടറിന് എന്താ ഉള്ളത്? 2 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് ആണുള്ളത്. 2 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് C2. അപ്പോൾ വാട്ടറിൽ എങ്ങനെയാണ് റൊട്ടേഷൻ നടക്കണേന്നുള്ളത് ഇമാജിൻ ചെയ്യണം. ഓക്സിജനിൽ കൂടെയാണ് ആക്സിസ് കടന്നു പോണത്. ആക്സിസിൽ നമ്മൾ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടും. ദെൻ ദിസ് ഇസ് ദ സെയിം കേസ് വിത്ത് അമോണിയ. അമോണിയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ അമോണിയയുടെ സ്ട്രക്ചർ ഓർമ്മ വരണം. അമോണിയയുടെ സ്ട്രക്ചർ എന്താണ്? പിരമിഡൽ സ്ട്രക്ചർ ആണ്. അതായത് നൈട്രജൻ സെന്ററിൽ അതിന്റെ 3 സൈഡിലോട്ടായിട്ട് ഹൈഡ്രജൻ. ഇതിന്റെ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാസസ് ത്രൂ നൈട്രജൻ. നൈട്രജനിൽ കൂടെ, നൈട്രജന്റെ സെൻട്രിൽ കൂടെയാണ് ഇതിന്റെ ആക്സിസ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ H1 H2ന്റെ പ്ലേസിൽ, H2 H3യുടെ പ്ലേസിൽ, H3 H1ന്റെ പ്ലേസിൽ, എനിവൺ ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് H2 അതായത് H3 H2ന്റെ പ്ലേസിൽ, അതായത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഈ സൈഡിലോട്ടാണ് റൊട്ടേഷൻ. അപ്പൊ H3 H2ന്റെ അവിടെ വന്നു, H2 H1ന്റെ അവിടെ വന്നു, H1 H3യുടെ അവിടെ വന്നു. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രിയാണ് റൊട്ടേഷൻ നടത്തിയിരിക്കുന്നത്? 120 ഡിഗ്രിയാണ് റൊട്ടേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന് ഏത് ഫോൾഡ് ആക്സിസ് ഉള്ളത്? അതായത് 360 ഡിവൈഡഡ് ബൈ 120 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഹാവിംഗ് C3 ആക്സിസ് ഓഫ് സിമെട്രി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയും? ഇറ്റ്സ് ഹാവിംഗ് 3 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് ആണെന്ന് നമുക്ക് പറയാം. 3 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് ആണെന്നാണ് പറയാം. ഇതുപോലെ ഓരോ മോളിക്യൂളിനും ഏത് ഇതിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടുന്നത്? എത്ര ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഇറ്റ്സ് ഡിവൈഡഡ് ബൈ 360. സോ വി ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ axis of rotation. In the case of water molecule, it is called 2-fold axis of rotation. In the case of ammonia, it is 3-fold axis of rotation. Then, ഇനി വേറൊരു മോളിക്യൂൾ ഞാൻ കാണിച്ചു തരാം. So here we have another molecule, BF3 molecule. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും BF3 molecule. BF3 moleculeന് ഏതൊക്കെ റൊട്ടേഷൻ പോസിബിൾ ആണെന്ന് നോക്കാം കേട്ടോ. സോ ആദ്യത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബോറോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ ആലോചിക്കണം. ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആണ്. അപ്പൊ BF3 മോളിക്യൂളില്
ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഈ ബോറോണിക്കൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ നമ്മൾ BF3 മോളിക്യൂൾ ഇമാജിൻ ചെയ്യുക, അതിന്റെ ബോറോണിന്റെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ്. അപ്പൊ അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയാണ്, ഒരു 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ F1 come to the place of F2, F2 come to the place of F3. That means we get indistinguishable configuration. So we can say that it's having C3 axis of rotation, അല്ലെങ്കിൽ 3-fold axis of rotation. ഇനി ഇതേ BF3 മോളിക്യൂളില് വേറൊരു ആക്സസും കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ബോറോണിക്കോടെയും ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്ന ഒരു ആക്സസ്. അങ്ങനത്തെ 3 ആക്സസ് നമുക്കുണ്ട്. അതായത് ബോറോണിക്കോടെയും ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്ന ഒരു ആക്സസ്, അതായത് ഒരു F1. ദെൻ രണ്ടാമത്തെ ബോറോണിക്കോടെയും രണ്ടാമത്തെ ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്ന വേറൊരു ആക്സസ്, ബോറോണിക്കോടെയും മൂന്നാമത്തെ ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്ന വേറൊരു ആക്സസ്. ഇനി ഇതിൽ എത്ര റൊട്ടേറ്റ് ചെയ്താൽ മതി? അതായത് ടു ഫോൾഡ്, അതായത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We get indistinguishable configuration. അപ്പൊ ഈ മോളിക്യൂളിൽ 2 തരത്തിലുള്ള റൊട്ടേഷൻ ആക്സിസുകൾ പോസിബിൾ ആണ്. ഏതാണ്? C3 ഉണ്ട്, C2 ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 തരത്തിലുള്ള റൊട്ടേഷൻ ആക്സിസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. സോ ദോസ് റൊട്ടേഷൻ ആക്സിസ് ഹാവിങ് ഹയസ്റ്റ് ഓർഡർ ഉള്ള റൊട്ടേഷൻ ആക്സിസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിൻസിപ്പൽ ആക്സിസ് എന്നും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്സിസുകൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡറി ആക്സിസുകൾ എന്നും വിളിക്കും. അപ്പൊ ഹയസ്റ്റ് ഓർഡർ ഉള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ഫോൾഡ് പ്രോപ്പർ റൊട്ടേഷൻ ഈസ് നോൺ ആസ് വാട്ട്? പ്രിൻസിപ്പൽ ആക്സിസ്. ദ റിമൈനിങ് ആർ നോൺ ആസ് വാട്ട്? സെക്കൻഡറി ആക്സിസ്. അപ്പൊ BF3 മോളിക്യൂളിന്റെ കേസിൽ ഏതാണ് പ്രിൻസിപ്പൽ ആക്സിസ്? C3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസും C2 എന്ന് പറയുന്നത് എത്രയാണ്? C2 എന്ന് പറയുന്നത് സബ്സിഡിയറി ആക്സിസും ഉണ്ട്. അപ്പൊ എത്ര സബ്സിഡിയറി ആക്സിസ് ഉണ്ട്? 3 C2 ആക്സിസുകൾ ഉണ്ട്. അതായത് ഒരെണ്ണം ബോറോണിക്കോടെയും ഫസ്റ്റ് ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്നത്, രണ്ടാമത്തെ ബോറോണിക്കോടെയും സെക്കൻഡ് ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്നത്, മൂന്നാമത്തെ ബോറോണിക്കോടെയും തേർഡ് ഫ്ലൂറിനിക്കോടെയും കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? ഇപ്പൊ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ദർ ഇസ് മോർ ദാൻ 1 റൊട്ടേഷൻ ആക്സിസ്, ദോസ് റൊട്ടേഷൻ ആക്സിസ് ഹാവിംഗ് ഹയസ്റ്റ് ഓർഡർ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. ദ റിമൈനിങ് ആർ നോൺ ആസ് വാട്ട്? സെക്കൻഡറി ആക്സിസ്. ഇനി വേറൊരു മോളിക്യൂളും കൂടി ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് വാട്ട്? XeF4 എന്ന് പറയുന്ന മോളിക്യൂൾ. XeF4 മോളിക്യൂൾ എന്ന് വെച്ചാൽ നിങ്ങൾ BSEPR തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് ഹാവിംഗ് എ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ, അല്ലെ? ഇതാണ് ഇതിന്റെ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. സോ ഇറ്റ്സ് ഹാവിംഗ് 2 ടൈപ്പ് ഓഫ് ആക്സിസ്. ഏതൊക്കെയാ നോക്കാം. One is C4 axis that is passing through xenon atom. അതായത് xenon atom ഇത് ഈ കോടെ കടന്നു പോകുന്നത്, xenon ആറ്റത്തിന്റെ ഉള്ളിൽ കോടെ കടന്നു പോകുന്നത്. ഇപ്പൊ നേരിട്ടുള്ളതല്ല, നിങ്ങൾ ഇങ്ങനെയാന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് ഇതിന്റെ മോളിക്കുലാർ പ്ലെയിൻ ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലെയിൻ പേപ്പർ എടുത്ത് നിങ്ങളുടെ ഫേസിന് നേരെ പിടിക്കുക, എന്നിട്ട് അതിന്റെ സെൻട്രിൽ കൂടെ ഒരു എന്താ പറയാ, ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ കടത്താന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതാണ് അതിന്റെ ആക്സിസ്. അപ്പൊ അതുപോലെയാണ് ഇതിന്റെ ആക്സിസ് XE, സെനണിക്കോടെ കടന്നു പോകുന്ന ഒരു ആക്സിസ്. അപ്പൊ നമ്മൾ അത് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ തന്നെ എന്താണ്? ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, അല്ലെ? പക്ഷെ ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ 90 എന്ന് പറയുമ്പോൾ എത്ര? 360 ഡിവൈഡഡ് ബൈ 90 എന്ന് പറയുമ്പോൾ 4 ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ഹാവിംഗ് C4, 4-fold ആക്സിസ് ഓഫ് സിമെട്രി. അപ്പൊ അതാണ്, അത് സെനനീക്കോടെ കടന്നു പോണ ആക്സിസ്. ഇനി രണ്ടാമത്തെ ആക്സിസ് ഏതാന്ന് വെച്ചാൽ ഈ ഫ്ലൂറിനീക്കോടെയും സെനനീക്കോടെയും ഈ ഫ്ലൂറിനീക്കോടെയും കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ ഒരൊറ്റ റൊട്ടേഷൻ നടത്തിയാൽ മതി. അതായത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്താണ്? ഇത് ഇങ്ങോട്ട് വരും, അതായത് ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും. ബട്ട് ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ, അല്ലെ? ഇനി ഇതിന്റെ വേറൊരു ആക്സിസും കൂടി നമുക്കുണ്ട്. ഏതാണ്? ഈ ഫ്ലൂറിനീക്കോടെയും സെനനീക്കോടെയും ഈ ഫ്ലൂറിനീക്കോടെയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിന് ഇങ്ങോട്ട് വരും. അഗൈൻ ഇറ്റ്സ് എൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2C2 ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. 2 C2 ആക്സിസുകൾ പോസിബിൾ ആണ്. ഇനി അത് മാത്രമാണോ ഉള്ളത്? അല്ല. ഇനി വീണ്ടും നമുക്ക് അടുത്ത ആക്സിസ് നമുക്ക് കാണാം. അടുത്ത ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, അല്ലെ? സെനൺ എന്ന് പറയുന്നത്. അടുത്ത ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയക്കോടെ കടന്നുകൊണ്ട്, അതായത് ഇതിന്റെ ഇട കണ്ടോ, ഇതൊരു C2 ആക്സിസ് ആണ്. നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഈ ഭാഗം മൊത്തം ഇങ്ങോട്ട് വരും, ഈ ഭാഗം മൊത്തം ഈ പൊസിഷനിലോട്ട് വരും. ഇനി അത് മാത്രമാണ്, വേറൊരു ആക്സിസ് ഉണ്ട്, ഇതാ ഇതുപോലൊരു C2 ആക്സിസ് ഉണ്ട്.
അപ്പൊ നമുക്ക് വേറെ, അതായത് 2C2, ഇനി ഈ രണ്ടുപേരും മനസ്സിലാവാൻ വേണ്ടി നമ്മൾ C2' C2" എന്ന് പറയും. അപ്പൊ എത്ര റൊട്ടേഷൻ ആക്സസ് ഉണ്ട് ഒരു മോളിക്യൂള് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര റൊട്ടേഷൻ ആക്സസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു ഹയസ്റ്റ് ഓർഡർ ഉള്ളവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രിൻസിപ്പൽ ആക്സസ് എന്നും, ബാക്കിയുള്ളവരൊക്കെ എന്തെന്നാ വിളിക്കുക, സബ്സിഡിയറി ആക്സസ് ആണ്. അപ്പൊ XeF4ൽ എത്ര XCF4ന്റെ പ്രിൻസിപ്പൽ ആക്സസ് ഏതാണ്, C4 ആണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സസ്. C2' C2" എന്താണ്, ദേ ആർ സബ്സിഡിയറി ആക്സസുകളാണ്. ഓക്കെ, സബ്സിഡിയറി ആക്സസുകളാണ്. അപ്പൊ റൊട്ടേഷൻ ആക്സസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആളാണ് നമ്മുടെ എന്തെന്ന്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, റിഫ്ലക്ഷൻ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു മിറർ പ്ലെയിൻ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നമുക്ക് ഒരുപോലെ ഇരിക്കുന്നതാണ് അല്ലെ. അപ്പൊ അടുത്ത ഓപ്പറേഷൻ ആണ് റിഫ്ലക്ഷൻ. അപ്പൊ റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ആസ് സിഗ്മ എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സിഗ്മ. സോ ദ റിഫ്ലക്ഷൻ ഓഫ് എ മോളിക്യൂൾ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഇറ്റ്സ് ഓറിയന്റേഷൻ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇപ്പൊ നമ്മള് പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള റിഫ്ലക്ഷൻ ആക്സിസുകൾ, നോട്ട് ആക്സിസ്, റിഫ്ലക്ഷൻ പ്ലെയിനുകൾ. ഓക്കെ, റിഫ്ലക്ഷൻ പ്ലെയിൻസ് ആർ പോസിബിൾ. 3 തരത്തിലുള്ള റിഫ്ലക്ഷൻ പ്ലെയിനുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, സിഗ്മ വി, ദാറ്റ് ഈസ് വെർട്ടിക്കൽ പ്ലെയിൻ. എന്താ സിഗ്മ വി എന്ന് നമുക്ക് നോക്കാം. ദെൻ സെക്കൻഡ് വൺ ഈസ് സിഗ്മ എച്ച്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആൻഡ് തേർഡ് വൺ സിഗ്മ ഡി, ദാറ്റ് ഈസ് ഡൈഹീഡ്രൽ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് സിഗ്മ വി എന്ന് നോക്കാം. ഇഫ് ദ പ്ലെയിൻ കണ്ടെയ്ൻ ദ പ്രിൻസിപ്പൽ ആക്സസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ 2 ഓപ്പറേഷനും കൂടി ഒരുമിച്ച് ഇമാജിൻ ചെയ്യേണ്ടത്. അപ്പൊ ഒരു പ്ലെയിനില് പ്രിൻസിപ്പൽ ആക്സസ് ഇൻക്ലൂഡഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലെയിൻ എന്ന് വിളിക്കാം, സിഗ്മ വി പ്ലെയിൻ എന്ന് വിളിക്കാം. Then, if the plane, നമ്മൾ consider ചെയ്യുന്ന plane that having indistinguishable configuration, if the plane is perpendicular to the principal axis, it is known as what? Horizontal plane. Horizontal plane എന്നാണ് ഇതിനെ വിളിക്കുക. Then, if the plane contain principal axis and bisect the angle between two two-fold axes perpendicular to the principal axis, is known as what? Sigma D plane, dihedral plane. അപ്പൊ ഡൈഹീഡ്രൽ പ്ലെയിൻ ആവണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? ദ പ്ലെയിൻ ഷുഡ് കണ്ടെയ്ൻ എന്തുണ്ടായിരിക്കണം? പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ടായിരിക്കണം. ദെൻ അത് മാത്രം പോരാ, ആ പ്ലെയിനില് 2 C2 ആക്സസുകൾ കടന്നു പോയിട്ട് അവർ ബൈസെക്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഇതാണ് ഒരു പ്ലെയിൻ എന്ന് വിചാരിച്ചാല് നമ്മിങ്ങനെ 2 C2 ആക്സസ് കടന്നു പോയിട്ട് അത് ബൈസെക്ട് ചെയ്യണം ആ പ്ലെയിനിൽ. ഓക്കെ, ദെൻ അത് മാത്രം പോരാ, നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സസ്. പ്രിൻസിപ്പൽ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ചെയ്യണം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് അതിന് എന്ത് പ്ലെയിൻ എന്ന് വിളിക്കാൻ പറ്റുക? സിഗ്മ ഡി പ്ലെയിൻ എന്ന് വിളിക്കാൻ പറ്റുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ കേസ് നോക്കാം. വാട്ടറിന്റെ കേസിൽ ഞാൻ ഇവിടെ ഇതാണ് ഞാൻ പറയണ മോളിക്യൂള്. വാട്ടറിൽ 2 പ്ലെയിൻ ആണ്. ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ, ഓക്സിജൻ ഹൈഡ്രജൻ. ഒരു പ്ലെയിൻ എന്താണ്? ഇറ്റ് ഈസ് പാസസ് ത്രൂ ഓക്സിജൻ. നമ്മൾ ഓക്സിജനിലേക്ക് കൂടെ വെർട്ടിക്കൽ ആയിട്ട് ഇതിനെ അങ്ങോട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, പാസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഓക്സിജനിൽ കൂടെ ഒരു മിറർ കടത്തി വെച്ചു, തന്നെ അപ്പുറം ഇപ്പുറം നോക്കാണ്. ദേ ആർ ഈക്വൽ അല്ലെ. അപ്പൊ ഇത് എന്താണ്? ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ പ്രിൻസിപ്പൽ ആക്സസ് ഏതി കൂടെ കടന്നു പോകുന്നത്? ഓക്സിജനിൽ കൂടെയാണ്. അപ്പൊ ഈ വെർട്ടിക്കൽ പ്ലെയിൻ കടന്നു പോകുന്ന അതേ സ്ഥലത്ത് തന്നെ ആരും ഉണ്ട്, വെർട്ടിക്കൽ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? വെർട്ടിക്കൽ പ്ലെയിൻ. സോ ദ റിഫ്ലക്ഷൻ പ്ലെയിൻ ഇൻ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഇസ് എ സിഗ്മ വി പ്ലെയിൻ ആണ്, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇനി ഈ ഒരു പ്ലെയിൻ മാത്രമല്ല, വാട്ടർ മോളിക്യൂളിൽ രണ്ടാമതൊരു പ്ലെയിനും കൂടി ഉണ്ട്. അത് ഏതാണ്? ഇറ്റ് ഈസ് പാസസ് ത്രൂ ദ മോളിക്കുലർ പ്ലെയിൻ. അതായത് നമ്മൾ വാട്ടർ മോളിക്യൂളിൽ നമ്മൾ നേരെ പിടിച്ചിട്ട് അതിന്റെ സെൻട്രിൽ കൂടെ നമ്മളൊരു മിറർ പ്ലെയിൻ ഇറക്കുക. അതായത് ഈ മിറർ പ്ലെയിൻ ഏതിൽ കൂടെയൊക്കെ പാസ് ചെയ്യണം? ഓക്സിജനിൽ കൂടെയും പാസ് ചെയ്യണം, 2 ഹൈഡ്രജനിൽ കൂടെയും പാസ് ചെയ്യണം. അതായത് നമ്മൾ എന്താ പറയാ, കണ്ണാടി നോക്കണ പോലെ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് അപ്പുറം ഇപ്പുറം ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് പ്ലെയിൻ ഓൾസോ കണ്ടെയ്ൻ വാട്ട്? ദ ആക്സസ് ഉണ്ട് അതിൽ.
ഓക്കെ, ഏത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഇതും എന്താണ്, പ്ലെയിൻ കണ്ടെയ്നിങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്, സിഗ്മ വി പ്ലെയിൻ ആണ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് ഹാവിംഗ് ടു സിഗ്മ പ്ലെയിൻസ്. ഏതൊക്കെയാണ്? സിഗ്മ വി പ്ലെയിൻസ് ആൻഡ് സിഗ്മ വി ഡാഷ് പ്ലെയിൻ. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിയും വി ഡാഷ് എന്ന് പറയുന്നത്. എനിവേ ടു പ്ലെയിൻസ് ആർ വാട്ട്, വെർട്ടിക്കൽ പ്ലെയിൻസ് ഓർ സിഗ്മ വി പ്ലെയിൻ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിഫ്ലക്ഷൻ പ്ലെയിനുകളെ പറ്റിയിട്ടാണ്. We have three types of reflection planes: sigma V planes, sigma H planes and sigma D planes. Sigma V planes എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, the plane which having principal axis, അതായത് റിഫ്ലക്ഷൻ ആക്സിസിൽ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ പ്ലെയിനിൽ നമുക്ക് എന്തും കൂടി ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസും കൂടി ഉള്ളതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക, വെർട്ടിക്കൽ പ്ലെയിൻസ് ഓർ സിഗ്മ വി പ്ലെയിൻസ്. സോ ഹിയർ വി ഹാവ് ദ എക്സാമ്പിൾ. നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂള്. വാട്ടർ മോളിക്യൂൾ നിങ്ങൾക്കറിയാം, ഇവിടെ സെന്ററിൽ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ. ഏതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്? ദ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ ഓക്സിജൻ. ഈ ഓക്സിജന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ് എന്ത്, ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിന് ടു ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. നമ്മൾ ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എലോങ് ദിസ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വി ഗെറ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ അല്ലെ. നമ്മൾ ആദ്യം കണ്ട ഒറിജിനൽ കോൺഫിഗറേഷൻ തന്നെയാണ്. ഈ സൈഡിൽ ഹൈഡ്രജൻ, ഈ സൈഡിലും ഹൈഡ്രജൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നതാണ് ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. സോ എന്താണ് സിഗ്മ വി പ്ലെയിൻ എന്ന് പറഞ്ഞാല്? ദ പ്ലെയിൻ വിച്ച് ഹാവിംഗ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഇവിടെ ഓൾറെഡി പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, അതായത് ഈ ഓക്സിജന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ദെൻ ഇതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ, അതായത് ഈ ഓക്സിജൻ ഈ കൂടെ കടന്നു പോകുന്നതാണ് ഇതിന്റെ പ്ലെയിൻ. ഇപ്പൊ ഈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവിടെയാണ് ഒരു മിറർ പ്ലെയിൻ. നമ്മൾ ഇതിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഇതിലോട്ടും ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടും വരും. ഓൾറെഡി അവിടെ എന്തുണ്ട്? പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. സോ ദിസ് ഈസ് ദ പ്ലെയിൻ വിച്ച് ഇൻക്ലൂഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഓർ സിഗ്മ വി പ്ലെയിൻ. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്ലെയിനും കൂടി ഇമാജിൻ ചെയ്യാം. അതേതാ പ്ലെയിൻ? ഈ ഓക്സിജൻ ഈ കൂടെ കടന്നു പോകുന്നത്, അതായത് ഓക്സിജൻ ഈ കൂടെയും ഹൈഡ്രജൻ ഈ കൂടെയും കടന്നു പോകുന്നു. ഇങ്ങനെ സെൻട്രി കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ. ഓക്കെ, ആ പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ എന്താ, നമ്മുടെ ലൈൻ ഓഫ് ആക്സിസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. സോ ദാറ്റ് പ്ലെയിൻ ഓൾസോ കണ്ടെയ്ൻ വാട്ട്, പ്രിൻസിപ്പൽ ആക്സിസ്. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ടർ മോളിക്യൂൾ is having two vertical planes. So what is mean by vertical plane? The plane having principal axis. Principal axis ഉള്ള രണ്ട് പ്ലെയിനുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഓക്സിജന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് ഹൈഡ്രജനും ബൈസെക്ട് ചെയ്യണ ഒരു പ്ലെയിനും, രണ്ടാമത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ആറ്റത്തിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന പ്ലെയിനും ആണുള്ളത്. സോ ഓക്സിജൻ ഈസ് ഹാവിംഗ് one principal axis, that is two-fold axis of symmetry, and also having two mirror planes or reflection planes. One is sigma v, that is passing through oxygen, and another is sigma v dash, which is passing through oxygen and both hydrogen. Okay, I think now it is clear, sigma v plane ennu parayanathu. Okay, and this is the model which represent BCl3 molecule. നമ്മൾ നേരത്തെ പറഞ്ഞ BCl3 molecule. So ഇതാണ് ബോറോൺ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, BCl3 BF3 ഏത് വേണമെങ്കിലും ആവാം. ഇനി ഏതായിരുന്നു ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്? ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ഈ ബോറോണിക്കോടെ കടന്നു പോകുന്ന ബോറോണിക്കോടെ നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയി നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇതെല്ലാം ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ ആണ്. വീണ്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വീണ്ടും ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ ആണ് B3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ആക്സിസ് നമ്മൾ പറഞ്ഞ ഏതാണ്? ഈ ക്ലോറിൻ ഈക്കോടെയും ബോറോണിക്കോടെയും ഇങ്ങനെ കടന്നു പോകുന്ന ആക്സിസ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. സോ വാട്ട് ഇസ് ദാറ്റ്? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടുക. അതുപോലെ തന്നെ വേറൊരു ആക്സിസ് ഉണ്ട്, ഈ ബോറോണിക്കോടെ ഈ ക്ലോറിനിക്കോടെയും കടന്നു പോകുന്ന ഇങ്ങനെ ഒരു ആക്സിസ്. ഇനിയിപ്പോ ഈ ആക്സിസിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ, റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്താ? വി ഗെറ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ അല്ലെ. അപ്പൊ C2 ആക്സിസ്. അപ്പൊ അതിലെ C3 ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. C2 ആക്സിസ് എന്ന് വെച്ചാൽ ക്ലോറിനിക്കോടെയും ബോറോണിക്കോടെയും കടന്നു പോകുന്നത്. C2 ആക്സിസിനെ നമ്മൾ എന്ത് വിളിക്കും? സബ്സിഡിയറി ആക്സിസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമുക്കിനി ഇതിൽ എത്ര റിഫ്ലക്ഷൻ പ്ലെയിൻ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ റിഫ്ലക്ഷൻ പ്ലെയിൻ എന്ന് നോക്കാം. അപ്പൊ ഒരു റിഫ്ലക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാസസ് ത്രൂ ദിസ് ക്ലോറിൻ ആൻഡ് ദിസ് ബോറോൺ. അതായത് ഇപ്പൊ ഇതാണ് എന്റെ പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഇത് ഈ കോടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡി കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ. അപ്പൊ എന്താണ് ഇതിന്റെ ഈ സൈഡിലും ക്ലോറിൻ ഉണ്ട്, ഈ സൈഡിലും നമുക്ക് എന്ത് കിട്ടും? ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രിൻസിപ്പൽ ആക്സിസും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടെന്ത് ഈ ഡി കൂടെ കടന്നു പോകുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്ന പ്ലെയിനുകൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെർട്ടിക്കൽ പ്ലെയിൻ. സോ ദ പ്ലെയിൻ പാസസ് ത്രൂ chlorine and boron having the principal axis, hence it is known as what? Vertical planes. അപ്പൊ അങ്ങനത്തെ എത്ര വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്? ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ്, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ്. അതായത് ഈ ബോറോൺ ക്ലോറിനോട് കടന്നു പോകുന്നത് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഏതാണ്? ഇതാ ഈ ബോറോൺ ക്ലോറിനോട് കടന്നു പോകുന്ന മൂന്നാമത്തെ വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 3 വെർട്ടിക്കൽ പ്ലെയിൻസുകൾ ഉണ്ട്. ഇനി ഇതിൽ വേറെ ഏതെങ്കിലും പ്ലെയിൻ ഉണ്ടോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ. ഇതൊരു പ്ലാനാർ മോളിക്യൂൾ ആണ്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതിക്കൂടെ കടന്നുപോയത്? ബോറോണിക്കൂടെയാണ് കടന്നുപോയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനൊരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൽ നമുക്ക് C3 ആക്സിസ് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ദെൻ ഇതിന് ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഇതാ ഇവിടെ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എക്സ് ആയിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കണ പോലെ തന്നെ നമുക്കൊരു മിറർ ഇമേജ് കിട്ടും. അപ്പൊ ഈ പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? ഇതാണ് ആക്സിസ് എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? ദിസ് പ്ലെയിൻ ഈസ് perpendicular to this axis. So this type of plane which is perpendicular to the principal axis, alle principal axis is known as what? Horizontal plane, and that is represented by the letter sigma h. അപ്പൊ നമുക്ക് അതിനെ സിഗ്മ എച്ച് എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക, സിഗ്മ എച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള പ്ലെയിനുകളാണുള്ളത്. ഒന്ന് സിഗ്മ വി പ്ലെയിൻ. വാട്ടർ മോളിക്യൂൾസിന്റെ കേസിൽ വി ഹാവ് 2 types of sigma v plane. One is passing through this one and one is passing through this side. Then sigma h planes are those plane which is perpendicular to the principal axis. BCl3 molecule is one of the example for the molecule having sigma h plane, because it's having the principal axis this one and the plane is in this side. So the plane is perpendicular to this principal axis. So this is the principal axis. So that kind of plane is known as what? Vertical planes. Then another plane is what? Dihedral planes. Dihedral planes are those planes which having the principal axis. Principal axis ഉണ്ടായിരിക്കണം, and it should having bisect the angle between 2 fold axis and perpendicular to the പ്രിൻസിപ്പൽ ആക്സിസ്. അതിന്റെ മോഡൽ എന്റെ കയ്യിലില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. XeF4 മോളിക്യൂൾ ആണ്. XeF4 മോളിക്യൂൾ ഇസ് ദ എക്സാമ്പിൾ ഫോർ ദ മോളിക്യൂൾ ഹാവിംഗ് സിഗ്മ ഡി പ്ലെയിൻ. അപ്പൊ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. XeF4 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? അതില് XeF4 മോളിക്യൂൾ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഏതാണെന്ന് അറിയാം. ഏതാ പ്രിൻസിപ്പൽ ആക്സിസ്? XE കൂടെ കടന്നു പോകുന്നതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്മ എച്ച് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് അതിന്റെ സിഗ്മ എച്ച് പ്ലെയിൻ. ഇവിടെ നമുക്ക് ഓരോന്നും കാണാം. ഇത് സിഗ്മ വി പ്ലെയിൻ ആണ്. ദിസ് വൺ ആർ സിഗ്മ വി പ്ലെയിൻ. കാരണം എന്താണ്? ദിസ് ഇസ് പാസിംഗ് ത്രൂ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന പ്ലെയിൻ ആണ്. ഇത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. ഇനി സിഗ്മ ഡി പ്ലെയിൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്ലെയിൻ. ഇപ്പൊ നമ്മൾ ഏത് പ്ലെയിനെ കൺസിഡർ ചെയ്യണേന്ന് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? സെനൻ ഫ്ലൂറിന്റെ സെൻട്രിക്കോടെ പാസ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിഗ്മ ഡി പ്ലെയിൻ. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അവിടെ ഒരു ആക്സിസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ്. C4 എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ അത് കടന്നു പോകും. മാത്രല്ല ഈ പ്ലെയിൻ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ഒരു C2 ആക്സിസ് ഉണ്ട്, കണ്ടോ? ഇതിക്കോടെ കടന്നു പോകുന്ന C2 ആക്സിസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിക്കോടെ കടന്നു പോകുന്ന ഒരു C2 ആക്സിസ് ഉണ്ട്. ഇതുപോലത്തെ 2 C2 ആക്സിസ് ബൈസെക്ട് ചെയ്തിട്ട് അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന പ്ലെയിനുകളെ പിന്നെ അത് മാത്രം പോരാ, പ്ലെയിൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതാ? ഇത് ഞാൻ വെറുതെ കാണിക്കുന്നതാണ്. ഇത് സെനൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സെൻട്രിക്കോടെ കടന്നു പോകുന്നതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ എന്താണ്? ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ അതിന്റെ മോളിക്കുലാർ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് മോളിക്കുലാർ പ്ലെയിൻ, അല്ലെ? അപ്പൊ അതെന്താണ്? ദിസ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് ഈ പ്ലെയിൻ. അത് മാത്രമല്ല പ്ലെയിനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? 2 C2 ആക്സിസുകൾ വന്നിട്ട് ബൈസെക്ട് ചെയ്യണുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന പ്ലെയിനുകളെ വിളിക്കുന്ന പേരാണ് ഇത് ഡൈഹിഡ്രൽ പ്ലെയിൻ. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള റിഫ്ലക്ഷൻ പ്ലെയിനുകളാണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ പ്ലെയിൻ, 2 ഹൊറിസോണ്ടൽ പ്ലെയിൻ, 3 എന്ന് പറയുന്നത് ഡൈഹിഡ്രൽ പ്ലെയിൻസ്. Okay, so that's about reflection
operation, reflection operation. It is represented as sigma. അടുത്തതാണ് rotation followed by reflection, or it is also known as improper axis of rotation എന്നും ഈ സിമെട്രി ഓപ്പറേഷൻ നമ്മൾ വിളിക്കും improper axis of rotation. അപ്പോൾ rotation followed by reflection ആണ് improper axis of rotation, or അല്ലെങ്കിൽ roto reflection operation എന്നോ അല്ലെങ്കിൽ improper axis of rotation പലതരത്തിൽ ഇതിനെ വിളിക്കാറുണ്ട്. എനിവേ ഓപ്പറേഷന്റെ ഓർഡർ നിങ്ങൾ ആലോചിക്കണം. റൊട്ടേഷൻ ആദ്യം നടത്തും, വിച്ച് ഇസ് ഫോളോഡ് ബൈ വാട്ട്? റിഫ്ലക്ഷൻ. ഇപ്പൊ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആവാം, ആന്റി ക്ലോക്ക് വൈസ് ആവാം, എനിവൺ. ഇപ്പൊ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. എന്താണ് എക്സാമ്പിൾ നോക്കിയേ? ദ എക്സാമ്പിൾ ഇസ് വാട്ട്? CH4 മോളിക്യൂൾ ആണ്. CH4 മോളിക്യൂളിന്റെ കേസിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഹിയർ വി ഹാവ് A, B, C, D. അതായത് സെന്ററിൽ എന്താണ്? കാർബൺ. ദെൻ 4 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ ഇഫ് യു ആർ റൊട്ടേറ്റിംഗ്, ഇറ്റ്സ് ഹാവിംഗ് ദ C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ. C4 ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുക? A ബിയുടെ സ്ഥലത്ത് വന്നു, B എയുടെ സ്ഥലത്തോട്ട് പോയി, അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും റൊട്ടേഷൻ നടത്തണത് ഏതിലാന്ന് നിങ്ങൾ നോക്കണം. ദെൻ എന്താണ്? പ്ലാനാർ ആയിട്ടിരുന്ന മോളിക്യൂൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മാറി. ഏത്? ഡിയും സിയും. അതിന്റെ പൊസിഷൻ അങ്ങനെയാണ് മാറുന്നത്. നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്ത ശ്രദ്ധിക്കുക. ഡിയും സിയും ഇങ്ങനെ പ്ലാനാർ ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ ഒരു CH4 മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഓർത്തെടുക്കുക. ദെൻ നമ്മൾ C4 റൊട്ടേഷൻ നടത്തിയാൽ അതെന്തായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. സോ ഇഫ് യു ആർ റൊട്ടേഷൻ, C4 റൊട്ടേഷൻ നടത്തി, ദെൻ അതിനെ നമ്മൾ സിഗ്മ എച്ച്. എന്താ സിഗ്മ എച്ച് എന്ന് വെച്ചാൽ? വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സിഗ്മ എച്ചിൽ നമ്മൾ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? വി ഗെറ്റ് എൻ ഈക്വലന്റ് കോൺഫിഗറേഷൻ. നമുക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടും. അങ്ങനെ വരുന്ന മോളിക്യൂള്, അങ്ങനെ വരുന്ന സിമെട്രി ഓപ്പറേഷൻസിന് പറയുന്ന പേരാണ് എന്ത്? ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓർ റോട്ടോ റിഫ്ലക്ഷൻ ആക്സിസ് എന്നും ഇതിനെ വിളിക്കും. അപ്പൊ ആദ്യം നമ്മൾ റൊട്ടേഷൻ നടത്താം, ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ റിഫ്ലക്ഷൻ വിച്ച് ലീഡ്സ് ടു എൻ ഐഡന്റിക്കൽ ഓർ equivalent configuration. So such symmetry operations are known as improper axis of rotation. ഇനി നമ്മൾ ഏത് ആക്സിസിലാണ് റൊട്ടേഷൻ നടത്തിയത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ C2 റൊട്ടേഷൻ നടത്തി, മിറർ പ്ലെയിനിൽ നമ്മൾ സിഗ്മ എച്ചിൽ റിഫ്ലക്ഷൻ നടത്തി, നമുക്ക് ഐഡന്റിക്കൽ കോൺഫിഗറേഷൻ കിട്ടിയാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? SN എന്നാണ് വിളിക്കുക. അതായത് SN ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? SN എന്ന് വെച്ചാൽ എന്താ? നോട്ട് SN, S2 എന്ന് വെച്ചാൽ 2 ഫോൾഡ് ആണ് റൊട്ടേഷൻ നടത്തിയത്, വിച്ച് ഇസ് ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. ഇനി S4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4 ഫോൾഡ് ആണ് നമ്മൾ റൊട്ടേഷൻ നടത്തിയത്, വിച്ച് ഇസ് ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. ദെൻ സോ ഓൺ. ഓക്കെ. Then the last symmetry operation is inversion. Inversion എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് സിമെട്രി എലമെന്റ് എന്ന് പറയുന്നത് സെന്റർ ആയിരിക്കും. നമ്മൾ ആ സെന്ററിൽ നിന്ന് ഓപ്പോസിറ്റിലോട്ട് ഓരോ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ, അതായത് ഒരുപോലത്തെ ആറ്റംസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. C ഡബിൾ ബോണ്ടോ. ഇവിടെ എന്താണ്? കാർബണിൽ നിന്ന് ഞാൻ എന്താ ഈക്വൽ ആയിട്ട് ഇങ്ങോട്ടൊരു വര വരച്ചു, ഇങ്ങോട്ടൊരു വര വരച്ചു. എന്താണ്? നമുക്ക് ഓക്സിജൻ കിട്ടി. അല്ലെങ്കിൽ നമ്മള് ഇതാണ് സെന്റർ ഓഫ് ഇൻവേർഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇൻവേർഷൻ നടത്തി കഴിഞ്ഞാൽ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അനദർ എക്സാമ്പിൾ ആണ് SF6 മോളിക്യൂൾ, സൾഫർ. ഇവിടെ എന്താണ്? സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. ദെൻ അനദർ മോളിക്യൂൾ ആണ് HCl മോളിക്യൂൾ. ഇതിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ? നോട്ട് HCl, H2 മോളിക്യൂൾ, ഹൈഡ്രജൻ. അതായത് ക്ലോറിൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ എക്സാമ്പിൾ ഫോർ ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പൊ ഇവിടെയും എന്താണ്? ഇറ്റ്സ് ഹാവിംഗ് വാട്ട്? സെന്റർ ഓഫ് സിമെട്രി. അപ്പൊ ഇതാണ് എന്തെന്ന്? 5 സിമെട്രി ഓപ്പറേഷൻസ് ഓർ സിമെട്രി എലമെന്റ്സ്. സോ ദ സിമെട്രി operations are identity, rotation, reflection and inversions. Identity എന്താണ്? doing nothing operations ആണ്. rotation എന്ന് വെച്ചാൽ we are doing rotation about an axis. Then reflection means we are conducting a reflection about a plane. So reflectionൽ നമ്മുടെ symmetry element ഏതാണ്? plane ആണ്. ഓപ്പറേഷൻ എന്താണ്? റിഫ്ലക്ഷൻ ആണ്. റൊട്ടേഷനിൽ റൊട്ടേഷൻ ആണ്. അവസാനത്ത് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിസ് ആണ്. ദെൻ റൊട്ടേഷൻ, റിഫ്ലക്ഷൻ represented as SN, and finally we have the symmetry element inversion. So these are the 5 symmetry elements possible for a molecule, and identity element is the confirmed element or എന്താ പറയാ
നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എല്ലാ മോളിക്യൂളിനും ഉള്ള ഒരു എലമെന്റ് ആണ് എന്ത് സിമെട്രി എലമെന്റ് അല്ലെങ്കിൽ സിമെട്രി ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Okay, so that's about the symmetry elements and symmetry operations.